ഹലോ ഗൈസ്, മൊബൈൽ ഫോട്ടോഗ്രാഫിയെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യം എന്താണ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ എന്തിനാണ് ഫോട്ടോഗ്രാഫി എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണ് എന്താണ് ഫോട്ടോഗ്രാഫി എന്നുള്ളത്. നമ്മുടെ പ്രകാശത്താൽ ഒരു നിമിഷത്തെ നമ്മൾ നിശ്ചലമാക്കുന്ന ഒരു പ്രതിഭാസമാണ് ഫോട്ടോഗ്രാഫി. എന്നാൽ അതെല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യം. പക്ഷെ നമ്മൾ എന്തിനാണ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്? പല ഉത്തരവുണ്ട് അതിന്. അപ്പോൾ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യും. നമ്മുടെ ഈ വെഡ്ഡിങ് അവരൊക്കെ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അതാണ്. ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലെ, ആ ഒരു മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്ത് നിർത്തുക, അതാണ് ഫോട്ടോഗ്രാഫിയിലെ ഒന്നാമത്തെ ഒരു ഘടകം. പിന്നെ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ കാണാ കാഴ്ചകളുണ്ട് ഒരുപാട്. ഇപ്പം ഞാനൊക്കെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെയാണ്. കൂടുതൽ ട്രാവൽ ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ യാത്രയിൽ നമുക്ക് ഒരുപാട് കാണാ കാഴ്ച കിട്ടും. ആ കാഴ്ചകൾ മറ്റുള്ളവരിൽ എത്തിക്കുക, അതല്ലെങ്കിൽ അത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, അങ്ങനെ നമ്മൾ അത് സൂക്ഷിച്ച് വെക്കുമ്പോഴുള്ള ആ ഒരു രീതിയിലുള്ളൊരു ഫോട്ടോഗ്രാഫി. പിന്നെ എന്താ പറയുക, ഈ നമ്മൾ ഈ തൊട്ടടുത്തുള്ള തന്നെ പല കാര്യങ്ങളിലും നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നേരത്തെ ഈ പറഞ്ഞ ഇതിൽ ഡീറ്റെയിലിങ്, ഈ പറഞ്ഞ മാക്രോ ഫോട്ടോഗ്രാഫി ആയിട്ടില്ലേ, അപ്പോൾ ഈ ചെറിയ ചെറിയ പൂക്കളോ ഈ ആനിമൽസിൻ്റെയൊക്കെ തന്നെ നമ്മൾ ഈ ബോഡിയിൽ ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ അതിനുള്ളിൽ തന്നെ ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള പാറ്റേൺസ് ഒക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ നമ്മൾ എന്നും വീട്ടിന് മുറ്റത്തുള്ള പല പൂക്കളിലും ഉള്ളതായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ ഈ മാക്രോ ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ അതൊക്കെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, മെയിനായിട്ട് പറയുന്നത് നിറങ്ങൾ. നമ്മൾ എന്നും സൺസെറ്റ് കാണുന്നുണ്ടെങ്കിലും നമുക്ക് സൺസെറ്റിൽ ഓരോ ദിവസവും കിട്ടുന്ന കളർ പലതാണ്. അപ്പം നമ്മൾ അതിൽ കിട്ടുന്ന ഈ കളറുകൾ, ഇതിനെല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യുക, ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രകൃതി നല്ലോണം നിരീക്ഷിക്കുക, എങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്തിനാണെന്നുള്ളതിന് ഇതേ രീതിയിൽ പല രീതിയിലുള്ള ഉത്തരങ്ങളുണ്ട്. അപ്പം ഇതേ രീതിയിൽ നമ്മളാരും ഫോട്ടോഗ്രാഫി ചെയ്യാത്തവരായിട്ട് ആരുമില്ല. അപ്പം നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, അടുത്ത നമ്മുടെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്, അപ്പം ഫോട്ടോഗ്രാഫിയിൽ ആദ്യം നമ്മൾ എന്താണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. നമ്മൾ സ്വയം നമ്മളൊരു കാര്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഫോട്ടോഗ്രാഫിയിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവൂ. അപ്പം എന്തായാലും ഫോട്ടോഗ്രാഫിയെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഈ മുന്നോട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഫോളോ ചെയ്തിരിക്കുക. കൂടുതൽ വീഡിയോകൾ നമുക്ക് മുന്നോട്ട് കാണാം. ഓക്കെ.